സെമി ഹൈസ്പീഡ് റെയിലിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത് എന്ന് ഗവർണർ. അന്തർ സംസ്ഥാന റെയിൽവേ കണക്ഷനുകൾ വ്യാപിപ്പിക്കും. തലശ്ശേരി, മൈസൂർ, നിലമ്പൂർ, നഞ്ചങ്കോട് പാതകളുടെ DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ലെവൽ ക്രോസ് ഫ്രീ കേരള മിഷൻ നടപ്പാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. A key priority of my government is the implementation of semi-high-speed rail project in mission mode. To enhance interstate connectivity, few railway links such as Thalassery, Mysuru and Nilambur, Nanjangud are being pursued at the DPR stage. വിജിൻ വായന്തോട് തുടരുന്നു. വിജിൻ, എന്താണ് ഈ റെയിൽ പ്രോജക്റ്റിന്റെ കാര്യത്തിൽ ഉള്ള നയം എന്താണ്? വീണ്ടും സെമി ഹൈസ്പീഡ് റെയിൽ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് നയപ്രഖ്യാപനം വ്യക്തമാക്കുകയാണ്. ഇതിൽ അന്തർ സംസ്ഥാന കണക്ടിവിറ്റി, അതായത് അന്തർ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള റെയിൽവേ, അത്തരം ഒരു റെയിൽവേ DPR-നാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നത്. നിഷാദ്, ഇതിൽ എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം, സാധാരണ നിലയിലുള്ള കെയർ റെയിൽ എന്ന പദ്ധതി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന കാര്യം നയപ്രഖ്യാപനത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ്. സിൽവർ ലൈൻ പദ്ധതിയല്ല, പക്ഷേ അപ്പോഴും സെമി ഹൈസ്പീഡ് റെയിൽ എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം നയപ്രഖ്യാപനം വ്യക്തമാക്കുകയാണ്. അതാണ് നെഞ്ചങ്കോട് ഉൾപ്പെടെയുള്ള പാത, അതുമായി ബന്ധപ്പെട്ട DPR-ന് സർക്കാർ ശ്രമിക്കുകയാണ് എന്ന കാര്യം ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും കെയർ റെയിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണോ എന്ന് പറയാനോ അല്ലെങ്കിൽ കെയർ റെയിലുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കാനോ ഇപ്പോൾ എന്തായാലും നയപ്രഖ്യാപനത്തിൽ പറയുന്നില്ല. ഒപ്പം തന്നെ അതിൽ ആണ് സെമി ഹൈസ്പീഡ് റെയിൽവേ എന്ന സർക്കാരിൻ്റെ ആവശ്യം, അതുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകും എന്ന കാര്യം നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെയാണ് ശബരി റെയിൽ, അതിൻ്റെ പ്രവൃത്തി ഈ വർഷം തന്നെ ആരംഭിക്കും. ഒപ്പം 2029-30 കമ്മീഷൻ ചെയ്യുന്ന നിലയിലായിരിക്കും ശബരി ഗ്രീൻഫീൽഡ് റെയിൽ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നത്. നിഷാദ്.